വെൽക്കം ടു സ്വാദ് ക്യൂസിൻ ടേസ്റ്റി റെസിപ്പീസ്. ഞാൻ സ്വപ്ന രാകേഷ്. അടിപൊളി ഒരു ആവി പറക്കുന്ന ഒരു പെപ്പർ ചിക്കൻ റോസ്റ്റ്, അതായത് ഗീ പെപ്പർ ചിക്കൻ റോസ്റ്റ് എന്ന് വേണം കംപ്ലീറ്റ് ആയിട്ട് പറയാൻ. അപ്പോൾ ഗീ പെപ്പർ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതിൻ്റെ റെസിപ്പി കാണുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഗമ്മി ആയിട്ടൊരു പെപ്പർ ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാണെന്ന് അറിയിക്കുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഓക്കേ, ഈ ഗീ റോസ്റ്റഡ് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് വെച്ചിട്ടില്ല, വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആവുന്നു കുറേ പേര് കംപ്ലയിൻറ്റ് പറഞ്ഞു, അതുകൊണ്ട് അത് ചെയ്യാത്തത്. അപ്പം നമ്മൾ ആദ്യം കുറച്ച് ചിക്കൻ ഇവിടെ വാഷ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ആദ്യം വേണ്ടത്. ഇത് ഇത്രയും കൂടെ ഞാൻ മിക്സറിൻ്റെ ജാറിലോട്ടാക്കി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ഒരു 6-7 ചെറിയ ഉള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3 നല്ല ഇച്ചിരി എത്ര വലിപ്പമുള്ള ഇഞ്ചി പീസസ്, പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 10-15 അല്ലി വെളുത്തുള്ളിയുടെ കഷ്ണങ്ങൾ, പിന്നെ ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക്, പെപ്പർ കോൺസ് തന്നെയാണ് എടുത്തേക്കുന്നത്, പിന്നെ 3 പച്ചമുളക്. ഇത്രയും കൂടെ ഞാൻ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഇച്ചിരി വെള്ളവും കൂടെ ചേർക്കാം. ആദ്യം ഒന്ന് ചതയ്ക്കുക, എന്നിട്ട് വെള്ളം ചേർത്ത് അരച്ച് നമ്മളിത് പെട്ടെന്ന് മസാല നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ ലേശം ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടിത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അപ്പം ഞാൻ അരച്ചെടുത്തിട്ട് ദാ വരുന്നു. ഇപ്പോൾ മസാല നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഈ മസാലാസ് മൊത്തം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, നമ്മുടെ ചിക്കനിലോട്ട്. ഇതിനെ നന്നായിട്ട് ഇതിനകത്ത് ഞാനിപ്പോൾ കുറച്ച് നമ്മുടെ ഗീ എടുത്ത് വെച്ചിട്ടുണ്ട്, നെയ്യ്. ഇതിൽ നിന്നൊരു ലേശം 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇങ്ങനെ ചേർത്ത് എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി ഉപ്പൊന്നും ചേർക്കണ്ട. പിന്നെ നമുക്ക് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർക്കേണ്ടി വരുമ്പോൾ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ഭംഗിയായിട്ട് ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഇത് ഏകദേശം ഒരു 20 മിനിറ്റോളം വെക്കാം. അതിൽ കൂടുതൽ വെച്ചാലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ, എന്നാലും ഒരു മിനിമം ഒരു 20 മിനിറ്റ്സ് നമുക്ക് വെക്കാം. ഈ സമയം കൊണ്ട് എനിക്ക് സവോള അരിയാനുണ്ട്, തക്കാളി അരിഞ്ഞെടുക്കണം, മല്ലിയില ചോപ്പ് ചെയ്യണം. അപ്പോൾ ആ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കേ, ഞാനിപ്പോൾ സവോള, നമ്മുടെ ടൊമാറ്റോ, കുറച്ച് മല്ലിയില ഇത്രയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഞാൻ ഏകദേശം ഒരു 2 മീഡിയം സൈസ് സവോള, ഒരു 2 ചെറിയ മീഡിയം സൈസ് ടൊമാറ്റോ, പിന്നെ കുറച്ച് മല്ലിയില ഇത്രയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പം നോക്കാം എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാനിപ്പോൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗീ ആഡ് ചെയ്ത് കൊടുത്തു. ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടായി വരട്ടെ. ഞാനിതിലോട്ട് നെയ്യ് ചൂടായപ്പോൾ ലേശം പെരിഞ്ചീരകം ഒരു ലേശം ഇട്ട് കൊടുത്തിട്ടുള്ളേ. അത് നന്നായിട്ടൊന്ന് ഇതായി വരുന്നുണ്ട്. നമുക്കിനി ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് ആദ്യം സവോള ആഡ് ചെയ്ത് കൊടുക്കാവേ. സവോള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സവോള നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവണം കേട്ടോ. അപ്പോഴാണ് കറിക്ക് ആ ഒരു പെപ്പർ റോസ്റ്റ് ചിക്കന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഈ സവോള നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിക്കോട്ടെ. ഒരു ലൈറ്റ് ഗോൾഡൻ ഒരു കളറിലോട്ട് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് ബ്രൗണായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ടൊമാറ്റോയും നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം. ടൊമാറ്റോയും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനിതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മാരിനേറ്റ് ചെയ്ത് ചിക്കനിൽ നമ്മൾ കുറച്ച് ഉപ്പ് നേരത്തെ ആ മസാലയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലും കൂടെ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് നന്നായിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. നമ്മൾ ടൊമാറ്റോ ഇപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. തീ ഒന്ന് സ്ലോ ഫ്ലെയിമിൽ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് തീ ഒന്ന് നന്നായിട്ട് നമ്മൾ സ്ലോ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് തോന്നും. ഇപ്പോൾ നന്നായിട്ട് മഞ്ഞളിൻ്റെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ നന്നായിട്ട് പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് ഇനിയിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം
നമ്മുടെ ഗരം മസാല പൗഡർ. ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർന്നിട്ടുണ്ട്. അതാണ് ഈ കളറ് വരുന്നത് കേട്ടോ. അപ്പം വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയും കൂടി നമുക്ക് വീട്ടിലുണ്ടാക്കിയത് ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റോർ ബോട്ട് മേടിക്കാം കേട്ടോ. സ്റ്റോർ ബോട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതിൽ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ മേളത്തിൻ്റെത് കുഴപ്പമില്ലാതെ തോന്നി. കൊള്ളാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത് മേളത്തിൻ്റെത് ഇഷ്ടമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഞാനിപ്പോൾ കുറേ നാളായിട്ട് പുറത്തുള്ള ഗരം മസാല യൂസ് ചെയ്യാറില്ല. ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറണം. വീട്ടിൽ തന്നെ ഗരം മസാല ഉപയോഗിക്കുന്നതാണ്, ഉണ്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി. വീട്ടിൽ തന്നെ ഞാൻ ഗരം മസാലയുടെ റെസിപ്പി ഉടനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നന്നായിട്ടൊന്ന് നല്ല മണം ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മൊത്തത്തോടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചിക്കൻ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ചിക്കനിൽ നിന്ന് വാട്ടർ ഇറങ്ങും. നമുക്കിനി ഇത് മൂടി വെക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ചിക്കനിൽ കുറച്ച് ഉപ്പുണ്ട്. പിന്നെ നമ്മൾ ടൊമാറ്റോ ചേർത്ത സമയത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ചിക്കൻ ഒന്ന് കുക്കായിട്ട് ഞാനിനി ഉപ്പ് ചേർക്കുന്നുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നന്നായിട്ട് നമ്മളിങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില പിന്നെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. നെയ്യുടെയും ആ ചിക്കൻ്റെ മസാലയൊക്കെ ഒന്ന് തള്ളുന്ന മണമൊക്കെ ഒരു അടിപൊളി മണമാണ്. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്കിത് പിന്നെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഇറങ്ങും. ഓക്കെ, നമ്മളിപ്പോൾ ഇതൊരു മൂടി കൊണ്ട് അടച്ചു കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമേ വെച്ചിട്ടുള്ളൂ, ഒരുപാട് ഫ്ലെയിം വെച്ചിട്ടില്ല. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായി എന്നുള്ളത് നോക്കാം കേട്ടോ. വാവ്, അത്യാവശ്യം ഒരു ചാറൊക്കെ ഇങ്ങനെ ഒരു ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ട്. ചിക്കൻ വേവാനുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങണ്ട. അടിപൊളി. ഇതുവോ മണമെന്നറിയാമോ? എന്താ സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കാൻ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഒക്കെ മതി. ഇപ്പോൾ ഭംഗി കളറും അതിന് വെന്തിട്ടില്ല കേട്ടോ. ഇനിയും ഉണ്ട്. സ്ലോ കുക്കിംഗ് ആണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഈ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വേവണം. അതാണ് നമ്മൾ ഗ്രേവി വെള്ളമൊന്നും ചേർക്കാത്തത്. അപ്പോൾ ഇങ്ങനെ വേവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. വീണ്ടും ഞാൻ ഇതുപോലെ അടച്ചു കൊടുക്കുകയാണ്. വീണ്ടും ഒരു 10 മിനിറ്റ്. ഞാനിപ്പോൾ മൂടി തുറന്ന് മാറ്റുകയാണ്. വീണ്ടും ഇപ്പോൾ ടോട്ടൽ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അന്യായം, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. നോ വേർഡ്സ്. അത്രയ്ക്ക് മണമാണ് ഈ വീട്ടിലിപ്പോൾ. പൂരം ടേസ്റ്റുള്ള ഒരു കറിയാണ്. എനിക്ക് വിശന്നിട്ട് പാടില്ല കേട്ടോ. ഇത് കണ്ടിട്ട് കണ്ടോ, ടെക്സ്റ്ററൊക്കെ കണ്ടോ, ഇതാ മണമെന്നറിയാമോ? കളർ നോക്കിയേ നിങ്ങളൊന്ന്. ഗ്രേവി നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അടച്ച് വെച്ച് കുക്ക് ചെയ്തപ്പോൾ അത്യാവശ്യം ഗ്രേവിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിപ്പോൾ ഓൾമോസ്റ്റ് വെന്തു. ഇനി നമുക്ക് ഓപ്പൺ പാനിൽ വീണ്ടും ഒരു 6-7 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. അപ്പം ഈ ഗ്രേവി മസാലയൊക്കെ എല്ലാം ഇറച്ചിയിൽ ഇങ്ങനെ കോട്ട് ചെയ്ത് വരും കേട്ടോ. എനിക്ക് വായിൽ വെള്ളം വന്നിട്ട് പോയി. അത്രയ്ക്ക് രുചിയുള്ളൊരു കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണോ പോകും. എന്നാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട. ആ കളറും ടെക്സ്ചറൊക്കെ നിങ്ങൾ നോക്കിയേ. ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പെപ്പർ ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കും. അത്ര രുചിയാണ്. ഞാൻ ഗ്യാരണ്ടീഡാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പോരിട്ട് വേണ്ടത്തോട്ട് വന്ന് എന്നെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നേക്കും നിങ്ങളെല്ലാവരും. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് ചിക്കനിലൊക്കെ എല്ലാം ഇങ്ങനെ പിടിച്ച് റെഡിയായി വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ഓപ്പൺ പാനിലും കൂടെ കുക്ക് ചെയ്യാം. ഇപ്പോൾ വീണ്ടും ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഉപ്പ് ലേശം കുറവുണ്ട്. ഞാൻ ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ വളരെ കുറച്ചേ കുറവുള്ളൂ കേട്ടോ. കറക്റ്റായിട്ട് ആയിട്ടുണ്ടായിരുന്നു നേരത്തെ. പിന്നെ ഞാനിനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ സ്പൂൺ, 1 ടീസ്പൂണോളം, 1.25 ടീസ്പൂൺ ചേർത്തോളൂ. എനിക്ക് എരിവ് അത്രയും വേണം, നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. ഒരു 1.25 ടീസ്പൂണോളം ഞാൻ പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മളൊരു 1/2 കിലോ ചിക്കനിലായി പരിപാടികളൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ പോവുകയാണ് വീണ്ടും. എന്നാ ഭംഗിയുള്ള റോസ്റ്റാന്ന് നോക്കിയേ, കണ്ടോ.
ഇതിലും ഭംഗിയുള്ള റോസ്റ്റൊക്കെ പിന്നെ സ്വപ്നങ്ങളിൽ മാത്രം, അത്രയേ ഉള്ളൂ. അത്ര ഭംഗിയുള്ള ഒരു രുചികരമായ സിമ്പിളായിട്ട് ഉള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് വേണ്ട. ഓയിൽ പോലും നമ്മൾ ചേർത്തിട്ടില്ല. വളരെ ഹെൽത്തി ആയിട്ട് ഗീയോ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഈ ടേസ്റ്റ് തന്നെ കിട്ടും. നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഗീ ഇല്ലെങ്കിൽ നിങ്ങൾ ബട്ടർ ചേർത്താലും മതി കേട്ടോ. ഇതേ സെയിം ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പം നമ്മുടെ ഗീ റോസ്റ്റഡ് പെപ്പർ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. എൻ്റെ റെസിപ്പിയൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റായിട്ട് പറയുക. അപ്പം ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ.